ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ SLCയുടെ സെക്കൻഡ് ഇക്കായിലേക്കാണ് പോകുന്നത്. ആ ഇക്കായിലുള്ള ഫസ്റ്റ് ചാപ്റ്ററായ ഐ ആം കലാം കെ ബഹാനെ, ഞാൻ കലാമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന ചാപ്റ്ററാണ് ഇനി എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് ഒരു ഫിലിം റിവ്യൂ ആണ്. സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സിനിമ കണ്ടിട്ട് അതിനെപ്പറ്റി എഴുതുന്നൊരു റിവ്യൂ, ഒരു എഴുത്താണ് ഇത്. മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എഴുതിയത്. അപ്പം ഈ റിവ്യൂ വായിക്കുന്നതിന് മുന്നേ ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്ററായിട്ട് മനസ്സിലാവും. അതാണ് ഐ ആം കലാം എന്ന് പറയുന്നൊരു ഫിലിമുണ്ട്. അത് കുട്ടി ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സൊക്കെ ആ ഫിലിമിലുള്ള കുട്ടിയുടെയാണ്. അപ്പോൾ ആ ഫിലിമിൽ ഈ കുട്ടിയുടെ റോൾ മോഡലാണ് കലാം. കലാമിനെ പോലെ വലിയൊരാളാവണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടീൻ്റെ അവരുടെ സക്സസ്സും അതൊക്കെയാണ് ആ സ്റ്റോറിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു സംഭവം മനസ്സിലാവുള്ളൂ. അപ്പം എന്തായാലും ഫിലിം കാണാം. അതിനുശേഷം നമുക്ക് ക്ലാസ് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഐ ആം കലാം കി ബഹാനെ, ഞാൻ കലാമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്. അപ്പം മിഹിർ പാണ്ഡേന്റെ കുട്ടിക്കാലത്തുള്ള സ്റ്റോറിയാണ് അദ്ദേഹം ഫസ്റ്റിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ എ സാത്തി താ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, മോർപാൽ. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही खींचे पूछे जाने पर बताया था एक LOO के लुक यानी लुक के देखना. സ്പെല്ലിംഗ് അടക്കം. അതായത് മാസ്റ്റർ സാബ് ഒരു ദിവസം ലുക്കിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചപ്പം മോർപാൽ എന്ത് പറഞ്ഞു? സ്പെല്ലിംഗ് അടക്കം LOOK, ലുക്ക് എന്ന് പറഞ്ഞാൽ കാണുക അല്ലെങ്കിൽ നോക്കുക. അത് അങ്ങനെ സ്പെല്ലിംഗ് അടക്കം ഉത്തരം പറഞ്ഞ ആളായിരുന്നു മോർപാൽ. नाम का पहला अक्षर मिलने की वजह से क्लास की दारी पट्टी पर हमारी बैठने की जगहों भी साथ ही थी. എൻ്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരവും മോർപാലിന്റെ പേരിന്റെ ഫസ്റ്റ് അക്ഷരവും സെയിം ആയതുകൊണ്ട്, അതായത് മിഹിർ പാണ്ഡെ M, മോർപാൽ M, അതുകൊണ്ട് രണ്ടും M ആയതുകൊണ്ട് അല്ലെങ്കിൽ മാ ആയതുകൊണ്ട് ആ രണ്ടാൾക്കാരും നമ്മൾ ഒരു ആൽഫബറ്റിക് ഓർഡറിൽ ഇരുത്തുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ അങ്ങനെയാണല്ലോ, ആൽഫബറ്റിക് ഓർഡറിൽ ഇരുത്തുകയാണെങ്കിൽ ഈ M എന്ന് പറയുന്ന ആൾക്കാർ രണ്ടുപേരും ഒരുമിച്ചായി. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടുപേരും ഒരു പരവതാനി അല്ലെ ഒരു പായിലാണ് ഇരുന്നത്. ദരിപ്പട്ടി എന്ന് പറഞ്ഞാൽ പരവതാനി എന്നർത്ഥം. നമ്മൾ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ പണ്ട് കാലത്ത് നിലത്ത് പായിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതാണ്, അവിടെയായിരുന്നു, ഒരുമിച്ചായിരുന്നു ഇരുന്നത്. വഹി മോർപാൽ ജിസ്കി വരെ ഖാനെ കി ഡിബ്ബെ മേ രാജ്മാ ദേഖ്തി ഹി ബാഞ്ചെ കിൽ ജാതി ഹി. ആ മോർപ്പാലാണെങ്കിൽ എൻ്റെ ടിഫിൻ ബോക്സിൽ രാജ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പരിപ്പൊക്കെ ദാലെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു തരം ഫുഡാണ്. ആ ഫുഡ് കാണുമ്പോൾ തന്നെ മോർപ്പാലിന്റെ മുഖം ഇങ്ങനെ തിളങ്ങി വരുമായിരുന്നു. ഹമാര സൗദാത്ത ഖേൽ കണ്ടിക്ക് ഖാനയ്ക്ക് അതെല്ലാം ബദലിക്ക. നമ്മുടെ ഒരു വിനോദമായിരുന്നു ഫുഡിന്റെ ടൈമിൽ നമ്മുടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പ് ആവുന്ന സമയത്ത് നമ്മളായാലും നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ, നല്ലൊരു ഇതാണെങ്കിൽ, നിഷ്കളമായ മനസ്സിൽ നമ്മൾ കുട്ടിക്കാലത്ത് എന്ത് ചെയ്യും? നമ്മുടെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാവുന്ന സംഭവം. അതൊരു കുട്ടികളുടെ ആ ഒരു മനസ്സിന്റെ ശുദ്ധിയാണ് കാണിക്കുന്നത്. വലുതാണോ ചെറുതാണോ എന്നുള്ള ഒരു ബോധവും ഇല്ലാണ്ട് ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അതുപോലെ ഇവരും ഷെയർ ചെയ്യാറുണ്ട്. यानी मेरे टिफिन का राजमा चावल उसके और उसके घर में आए बड़ा सा छाछ का डिब्बा मेरा. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന എന്റെ ടിഫിൻ ബോക്സിലെ രാജ്മാ ചാവൽ, ആ പരിപ്പ് ചോറ് അവനും അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വലിയ പാത്രത്തിലെ മോരും എനിക്ക് തരും. ഛാച്ച് എന്ന് പറഞ്ഞാൽ മോരാണ്. ഉസി പത്താക്കി ഛാച്ച് മേരി കംസോരി ഹെ. അവനറിയായിരുന്നു ഈ ഛാച്ച് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മോര് എന്ന് പറയുന്നത് എന്റെ ഒരു വീക്ക്നെസ് ആണ്, കംസോരി ഒരു വീക്ക്നെസ് ആണ്. लेकिन मुझे मोरपाल से मिलने से पहले कतई अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है. പക്ഷേ മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ എനിക്കറിയില്ലായിരുന്നു എനിക്ക് തീരെ വിലയില്ലാത്ത രാജ്മ എന്ന് പറയുന്ന ഒരു ഫുഡ് വേറൊരാൾക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടതാവുമെന്ന് എനിക്കൊരിക്കലും അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ രാജ്മയെല്ലാം ആരെങ്കിലും ഇത്രയും ഒരാൾ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഈ സാധനം ഇഷ്ടമില്ലായിരുന്നു. मोरपाल ने मेरे टिफिन बॉक्स में रखी राजमा को खाने से पहले कभी राजमा देखा भी नहीं था. എന്റെ ടിഫിൻ ബോക്സിൽ നിന്ന് അവൻ അത് തിന്നുന്നതിന് മുന്നേ അതിന് മുന്നേ എപ്പോഴെങ്കിലും ആ രാജ്മ അവൻ കണ്ടതായിട്ട് അവന് ഓർമ്മയില്ല. രാജ്മ അവൻ ആദ്യമായിട്ട് കാണുന്നത് ഈ മിഹിർ പാണ്ഡെയുടെ ലഞ്ച് ബോക്സിൽ നിന്നാണ്. वह हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलाता रोज स्कूल आता था. എന്റെ സ്കൂളിൽ നിൽക്കുന്ന ഗ്രാമത്തിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ ഓടിച്ചിട്ടാണ് ദിവസവും സ്കൂളിൽ വരുന്നത്. मैं आज तक नहीं जान पाया कि कैसे वो उस छाछ के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलखाए लिए जाता था. എനിക്ക് എപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്,
അവൻ എങ്ങനെയാണ് ഈ സൈക്കിളിൽ 15 കിലോമീറ്റർ ദൂരത്തിൽ ഓടിച്ചു വന്നിട്ടും ഒരു തുള്ളി പോലും മോര് അവന്റെ ഡിബ്ബയിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അതൊരു കാര്യം. അടുത്ത പിന്നെ പറയുന്നത് വേറൊരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. അത് ആ സിറ്റുവേഷൻ അവിടെ കാണും. വേറൊരു സിറ്റുവേഷൻ പറയുന്നത് മേ സ്കൂൾ ജാനമേ റോയാ കർത്താത്ത. ഈ മെയ് എന്ന് പറയുന്നത് മിഹിർ പാണ്ഡെ സ്കൂളിൽ പോകാൻ ഭയങ്കര കരച്ചിലായിരുന്നു. നമ്മളെല്ലാം സാധാരണ കുട്ടികൾ, ചില കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ സ്കൂൾ, അതുപോലെ സ്കൂളിൽ പോകാൻ ഭയങ്കര കരച്ചിലായിരുന്നു. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल में रास्ते में पानी भर जाने से छुट्टी हो जाया करते तो मैं घर पर नाचा करता. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഒഴിവുകഴിവുകൾ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചില ദിവസം നല്ല മഴ പെയ്യുന്ന സമയത്ത് സ്കൂൾ റോഡൊക്കെ ഭയങ്കര ചളിയും കുണ്ടും കുഴിയൊക്കെ ആവുന്ന സമയത്ത് സ്കൂളിൽ ലീവ് കൊടുത്ത് ഞാൻ വീട്ടിലിരുന്ന് ഡാൻസ് ചെയ്യുമായിരുന്നു. അത്രയും സന്തോഷമായിരുന്നു എനിക്ക് സ്കൂളിൽ പോവാത്തത്. लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नागा रोज स्कूल क्यों चले जाते थे. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാത്ത വേറൊരു കാര്യം എന്താ വെച്ചാല് മോർപാല് അല്ലെങ്കിൽ മോർപാലിനെ പോലെയുള്ള വേറെ എന്റെ സഹപാഠികൾ, എന്റെ ഫ്രണ്ട്സ് സ്കൂളിൽ വരാൻ ഇത്രയും ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വേറൊരു സംശയം, ഇപ്പോഴും മാറാത്തൊരു സംശയം, ഇപ്പോഴും ഒരു സംശയമായിരുന്നു എനിക്കത്. उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते के सबसे बुरा दिन हुआ करता. അവർക്ക് സ്കൂൾ ഇത്ര ഇഷ്ടമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സൺഡേ എന്ന് പറയുന്ന വീക്കിലി ഒരു സൺഡേ വരുമല്ലോ, ആ സൺഡേ രവിവാർ എന്ന് പറയുന്ന ദിവസം അവർക്ക് ആ ഒരാഴ്ചയിലുള്ള ഏറ്റവും ബാഡ് ആയിട്ടുള്ള ദിവസമായിട്ടാണ് അവരതിനെ കണ്ടിരുന്നത്. मैं स्कूल की नीली खाकी യൂണിഫോം से हमेशा चिढ़ा करता. എനിക്ക് സ്കൂളിലെ നീലിയും വെള്ളയും ആ ഒരു യൂണിഫോം തീരെ ഇഷ്ടമില്ലായിരുന്നു. കാക്കി കളറും നീലി മിക്സ് ആയിട്ടുള്ള ആ യൂണിഫോം തീരെ ഇഷ്ടമില്ലായിരുന്നു. और उसे पहना हमेशा ढाला करता. പക്ഷെ അത് ഇടാനും എനിക്ക് തീരെ, ഞാൻ അത് ഇടുമ്പോൾ എനിക്ക് വേണ്ട, വേറെ ഞാൻ കളർ ഡ്രസ് ഇടാം, അങ്ങനെ ആ ഒരു ഒഴിവ് പഴയ വഹി മോർപാൽ മുझे जब भी दिखा. അതേ സമയത്ത് മോർപാൽ ആണെങ്കിൽ ഞാൻ എപ്പോ കാണുന്നോ ഹമേഷ വഹി സ്കൂൾ की യൂണിഫോം ഞാൻ എപ്പോ അവനൊക്കെ കണ്ടിട്ടുണ്ടോ അവൻ എപ്പോഴും ആ സ്കൂൾ യൂണിഫോം മാത്രമായിട്ടാണ് ഇട്ടിട്ട് ഞാൻ കണ്ടത്. एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी वो उसे वही नीली खाकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया था. ഒരു ദിവസം എൻ്റെ ഓർമ്മയില്ലെന്ന് വെച്ചാൽ ഈ മൊഹല്ല, ഈ ഗ്രാമത്തിലൊരു കല്യാണത്തിന് പോയപ്പോൾ ഞാൻ അവനെ കണ്ടു. അവിടെയും അവൻ എന്താ ഇട്ടിരുന്നേ, ഇതേ നീലിയും കാക്കി യൂണിഫോം. അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എന്നാണ് മിഹിർ പാണ്ഡെ പറയുന്നത്. ഇതിൽ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഹമാര സൗധാത്ത ഖേൽ ഗണ്ടി മേ ഖാനെ की अदला बदली का इस तरह की अदला बदली से हम क्या समझ सकते हैं. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ഒരു വിനോദമായിരുന്നു എന്ന് പറയുന്നത് കഥാകാരൻ. അതിന്റെ അർത്ഥം, അതിന്റെ ഗഹരായിസി പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ആഴാണ് അവിടെ കാണിക്കുന്നത്. സാധാരണ നല്ല കട്ട ഫ്രണ്ട്സ് ആയിട്ടുള്ള നമ്മളാണെങ്കിലും ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അപ്പൊ ആ സമയത്തുള്ള കുട്ടിക്കാലത്തിന്റെ അവരുടെ നിഷ്കളങ്കത, അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ അത്രയും കാഠിന്യം, പിന്നെ വലുതാണോ ചെറുതാണോ, പൈസക്കാരാണോ പൈസ ഇല്ലാത്തവനാണെന്നുള്ള ബോധം ഇല്ലാണ്ട്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത പോലും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൊടുക്കുന്നത്, അതൊക്കെ ആ ഒരു മിങ്കിൾനെസ്, ആ ഒരു കൂടപ്പിറപ്പ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ബന്ധാണ് അവിടെ കാണിക്കുന്നത്. ആ 2 ലൈൻസിൽ മനസ്സിലാണ്. നെക്സ്റ്റ് പറയുന്ന रविवार की छुट्टी का दिन उनके लिए हफ्ते के सबसे बुरा दिन हुआ करता ऐसा क्यों कहा गया है. സൺഡേ എന്ന് പറയുന്ന ദിവസം അവന്റെ ജീവിതത്തിലെ ഏറ്റവും ബാഡസ്റ്റ് ദിവസമായിരുന്നു എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ കഥയിൽ അങ്ങോട്ടേക്ക് മനസ്സിലാവും. ഇവിടെ ചോദിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം ആ ഗ്രാമത്തിലെ ആ കുട്ടികൾക്ക് ഈ സ്കൂൾ എന്ന് പറയുന്നതാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്ഥലം. മറ്റ് ഗ്രാമത്തിന് പുറത്ത് അവരുടെ ജീവിതം, അതായത് സ്കൂളിന് പുറത്ത് അവരുടെ ജീവിതം വളരെ കഠിനമായിരുന്നു. അവർക്ക് ജോലി ചെയ്യണം, പൈസ ഇല്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ, വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന ദിവസങ്ങളാണ് അവർ കുട്ടികളായി മാറുന്നത്. അപ്പൊ ആ കുട്ടികളായി മാറുന്നവൾ അവരത്രയും എൻജോയ് ചെയ്യാണ്. അപ്പൊ രവിവാർ എന്ന് പറയുന്ന ദിവസം അവർക്ക് ഇഷ്ടമുണ്ടാകാത്ത കാരണം അതാണ്.
നമുക്ക് പിന്നെ മുന്നോട്ട് പോവാം. യൂണിഫോമില് കല്യാണത്തിന് കണ്ടപ്പം അവൻ ഞെട്ടിപ്പോയി, അതായത് കഥാകാരൻ ഞെട്ടിപ്പോയതാണ് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ये मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझा करता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय होता था. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഇപ്പോഴാണ് ആ കഥാകാരന് മനസ്സിലായത് ഏത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബാഡസ്റ്റ്, ഏറ്റവും വടക്ക് ദിവസമായിട്ട് ഞാൻ കരുതിയിരുന്നത്, അത് മിഹിർ പാണ്ഡെ കരുതിയിരുന്നത്, ആ ദിവസങ്ങളായിരുന്നു മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ദിനങ്ങൾ. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. കാരണം घर की कमरतोड़ मेहनत और खेत मजदूरी से लेकर इन दिन का ऐसा एकमात्र समय जब वह बच्चा बना रह सकता था. വീട്ടിലുള്ള മുതുക് പൊട്ടുന്ന പണിയും അതുപോലെ ജോലികളും, മെഹനത്ത്, ഖേത് മസ്ദൂരി, അത് വയലിലെ കൃഷിപ്പണിയൊക്കെ ചെയ്തിട്ട് അവന്റെ നടുപൊട്ടി പണി ചെയ്തിട്ടുള്ള ആ ഒരു ദിവസങ്ങളിൽ അവന്റെ ഏകമാത്രം ഒരേ ഒരു സമയം, കുട്ടിയായി ജീവിക്കേണ്ട ഒരേ ഒരു സമയം അവന്റെ സ്കൂൾ ഡേയ്സ് ആയിരുന്നു. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മേരയിലെ സ്കൂൾ യൂണിഫോം ബോജ് തി. എനിക്ക് സ്കൂൾ യൂണിഫോം എന്തായിരുന്നു? ബോജ് എന്ന് പറഞ്ഞ ഒരു ഭാരമായിരുന്നു. मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा. അപ്പം ഈ മിഹിർ പാണ്ഡെ പണ്ട് സമയത്ത് കുറച്ച് റിച്ച് ആയിരുന്നു പണ്ടേ. അപ്പൊ ആ കഥാകാരന് എന്തായിരുന്നു? കയ്യിൽ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു, ഈ യൂണിഫോമിനേക്കാളും ബെസ്റ്റ് ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ യൂണിഫോം ഇടാണ്ടിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ കയ്യിൽ യൂണിഫോമിനേക്കാളും ഭംഗിയുള്ള ഡ്രസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ വേണ്ട, നമുക്ക് യൂണിഫോം വേണ്ട, നമുക്ക് ഈ ഡ്രസ്സ് ഇട്ട് പോകണം എന്നുള്ള മനസ്സിലുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ കഥാകാരന്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നു വലിയ വലിയ ഷോപ്പിൽ നിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ച നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ, യൂണിഫോമിനേക്കാൾ എത്രയോ ഭംഗിയുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു എനിക്ക് യൂണിഫോം ഇഷ്ടമില്ലായിരുന്നത്. लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा व नीली खाकी स्कूल യൂണിഫോം കിട്ടി. പക്ഷെ ഈ മോർപാലിന്റെ കയ്യിൽ ആകെ നല്ല ഒരു പാന്റ് ഷർട്ട് എന്ന് പറയുന്നത് ഈ ഒരു യൂണിഫോം മാത്രമായിരുന്നു. സ്വാഭാവികതാക്കി ബഹുസെ ഈ ഷാദിമേ പഹൻകർ. അപ്പം കൂട്ടത്തിലെ നല്ല ഡ്രസ്സ് ഇടണമെന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുമ്പോഴും കൂട്ടത്തിൽ നല്ല ഡ്രസ്സാണല്ലോ ഇടുന്നത്. അപ്പൊ അത് സ്വാഭാവികമാണ്. കൂട്ടത്തിൽ നല്ല ഡ്രസ്സ് എന്ന് പറഞ്ഞ യൂണിഫോമാണ്. ആ യൂണിഫോം ഇട്ട് അവൻ കല്യാണത്തിന് പോയത് തികച്ചും സ്വാഭാവികമാണ്. नील माधव पांडा की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया. ഇനിയാണ് അദ്ദേഹം ഫിലിമിലേക്ക് വരുന്നത്. നീൽ മാധവ് പാണ്ഡെ എന്ന് പറയുന്ന ആളുടെ ഫിലിമാണ് അയാം കലാം. അപ്പം ആ ഫിലിം കണ്ടപ്പം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു ഓർമ്മ വന്നു. क्योंकि यह फिल्म भी उन्हीं विलोमों के बारे में बातें करती है जिनसे मेरे बचपन के सब किस्से बने हैं. കാരണം ആ ഫിലിമിലും ഇതേപോലെ വിലോമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും വേണ്ടാത്ത കുട്ടികളുടെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ മോർപാലടക്കം എത്രയോ കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി തന്നെയാണ് ഈ ഒരു ഫിലിമിലും പറഞ്ഞിരുന്നത്. ഹമാരാ നായക് കലാം ചായ് കി ദുകാൻ കാ കാം കർത്താ ഹൈ. ഈ ഫിലിമിലുള്ള കലാം ചായ ഉണ്ടാക്കുന്ന ചായക്കടയിലാണ് ജോലി ചെയ്തിരുന്നത്. ഉസ്കാ സപ്ന ഹൈ സ്കൂൾ ജാന ഓർ ടിവി മേ ദേഖിയ ലംബേ ഭാലയം വാലെ രാഷ്ട്രപതി കലാം സാബ് ബന്ന. അതേ ആ കുട്ടിയുടെ സ്വപ്നം എന്തായിരുന്നു? ഫിലിമിലുള്ള ആ കുട്ടിയുടെ സ്വപ്നം എന്താ വെച്ചാല് കലാമിനെ പോലെ, ടി വിയിൽ കാണുന്ന കലാമിനെ പോലെ വലിയ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഒരു രാഷ്ട്രപതി കലാമിനെ പോലെയായി മാറുവാണ്. സ്കൂളിൽ പോയിട്ട് രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക എന്നതായിരുന്നു ആ കുട്ടിയുടെ ജീവിത അഭിലാഷം. लेकिन फिल्म में एक और बच्चा भी है. डानी के राणा का बेटा रणविजय जिसे स्कूल जाना कतई पसंद नहीं. ഇതേ ഫിലിമിൽ അതേപോലെ തന്നെ എന്നെ പോലെ തന്നെ ഏകദേശം മിഹിർ പാണ്ഡേനെ പോലെ തന്നെ എന്തായിരുന്നു, ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആരാത്? റാണാക്കെ ബേട്ട, ഡാണിക്ക് റാണാക്കെ ബേട്ട रणविजयക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലായിരുന്നു. वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है, कलाम को एक अलग जीवन, बेहतर जीवन का सपना दिखाता है. रणविजयനെ പരീക്ഷ, അതായത് ഈ ധാണയുടെ മകനായ രണവിജയന ഏത് സ്കൂളാണോ പരീക്ഷ എന്നുള്ള ഒരു പേടി കൊണ്ട് പേടിപ്പെടുത്തുന്നത്, അതേ സ്കൂളാണ് കലാമിനെ സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളാകും എന്നുള്ള അഭിലാഷം, ആ ഒരു ആഗ്രഹം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ രണ്ട് തരത്തിലുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഒന്ന്, രണവിജയിന് സ്കൂളിൽ പോവാൻ പേടിപ്പിക്കുന്ന കാരണം പരീക്ഷ പേടിച്ച് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത രണവിജയ്. അതേ സമയത്ത് കലാമാണെങ്കിൽ തൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം സഫലീകരിക്കാൻ സ്കൂളിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന കലാം.
फिल्म में इन दोनों बच्चों की पहली मुलाकात के वक्त की संवाद भी बड़े മസേദാർ है और खास इशारा भी करते हैं. അപ്പം ഈ രണ്ട് കുട്ടികളുടെ ഫിലിമിൽ കാണുമ്പോഴുള്ള ആ ഒരു ഡയലോഗും വളരെയധികം എൻജോയ്ഫുൾ ആണ്, മസേദാറാണ്. അത് നമുക്ക് നോക്കാം. കലാം ഇത്നി സാരി കിതാബേം ഖായകി ഹെ, ഇത്രയും പുസ്തകങ്ങൾ എന്തിനാണ്? ഖായകി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കൊളോക്കൽ ലാംഗ്വേജ്. എന്തിനാണ്? അപ്പൊ രൺവിജയ് അപ്പോ അംഗ്രേസി നഹി ആത്തി ക്യാ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ? അപ്പൊ കലാം तेरे को पेड़ पर चढ़ना आता है, നിനക്ക് പേട് മരത്തിൽ കയറാൻ അറിയോ? രൺവിജയ് ഹമേ ഗോഡോ पर उड़ना चढ़ना आता है, എനിക്ക് എന്താണ് കുതിര സവാരി ചെയ്യാൻ അറിയാം. आपको घुड़सवारी आती है, നിനക്ക് കുതിര സവാരി അറിയോ? കലാം मेरे को ऊंट पर चढ़ना आता है, എനിക്ക് ഒട്ടകപ്പുറത്ത് കയറാൻ അറിയാം. तेरे को क्या ऊंट की दवा करनी आती है, അവരുടെ മരുന്ന് കൊടുക്കാൻ അറിയോ നിനക്ക്? इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ने सिखाने के लेन देन को लेकर दोस्ती हो जाती है. അപ്പൊ ഈ ഒരു ഫിലിമില് ഈ ഒരു ഡയലോഗിന് ശേഷം ഈ രൺവിജയും കലാമും തനിക്ക് മരം കയറാൻ പഠിപ്പിച്ചു തരുമെന്നും മറ്റേയാൾക്ക് കുതിരസവാരി പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ള ആ ഒരു ലേൻദേൻ, ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചവടം, ആ ഒരു ബന്ധത്തില് എന്തായി, കൊടുക്കൽ വാങ്ങൽ ബന്ധത്തിൽ അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയി, दोस्ती हो जाती है. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरा एक तरफा प्रेम का भी है. അപ്പം ഈ ഒരു ഫിലിമിൽ കുറച്ചും കൂടി മനസ്സിൽ ഓർമ്മയുള്ള വേറൊരു ഭാഗം എന്ന് വെച്ചാൽ ആ ചായക്കടക്കാരന്റെ ഒരു ഇൻകംപ്ലീറ്റ് ലവ് സ്റ്റോറിയുടെ ഒരു കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. അതും വളരെ ഓർമ്മദായകമാണ്. और उस लड़की का भी जो सुदूर बिहार में बैठा अमिताभ की फिल्म देखकर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. വേറൊരു സംഭവം, ആ ഒരു കടയിൽ തന്നെ ഒരു കുട്ടിക്ക് അമിതാഭ് ബച്ചന്റെ ഫിലിം കണ്ട് അമിതാഭിനെ പോലെ തന്നെ അഭിനയിച്ച് പിന്നെ അമിതാഭ് ആവാനുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു കുട്ടിയുടെ കാര്യം കൂടി അതിൽ പറയുന്നുണ്ട്. ബസ് ഏക് ഫർക്ക് ഹെ, ഇതിലെല്ലാം ഒറ്റൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫിലിം में कलाम दिल्ली पहुंचता है और उसे अपनी पसंद के स्कूल जाने का मौका भी मिलता है. ഈ ഫിലിമിൽ കലാം എന്ന് പറയുന്ന കുട്ടിക്ക് സ്കൂൾ എങ്ങനെയൊക്കെയോ ദില്ലിയിൽ പോകാൻ പറ്റുന്നുണ്ട്, അവന്റെ ആഗ്രഹം പൂർത്തീകരിക്കാനും പറ്റുന്നുണ്ട്. ലേക്കിൻ മേരെ ബച്പൻ ऐसा नहीं होता, പക്ഷേ എൻ്റെ കുട്ടിക്കാലം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ആയിരുന്നില്ല. മോർപാൽ കാ സ്കൂൾ 8वीं के बाद छूट जाता है. മോർപാലിന്റെ ജീവിതം, അതായത് സ്കൂൾ ജീവിതം 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുറിഞ്ഞു പോകും. ചുഡ്വാ ദിയാ ജാത ഹൈ, സത്യം പറഞ്ഞാൽ അത് ഇല്ലാണ്ടാക്കപ്പെടുകയാണ്. അവൻ ഇഷ്ടപ്രകാരം ഇവിടുന്നല്ല, അവനെ വീട്ടിന്റെ പ്രാരാബ്ദങ്ങളല്ല, വീട്ടുകാരെ അവനെ അവിടുന്ന് സ്കൂളിൽ നിന്ന് ഒഴിവാക്കി, സ്കൂൾ മതി നിർത്തലാക്കുന്നതാണ്. और वह अपने पिता की तरह आज भी वही खेती मजदूरी करती रहती है. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോഴും അവന്റെ അച്ഛനെ പോലെ കൃഷിപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലേ മേരെ ലിയേ കലാം കി കഹാനി 100 में 1 की കഹാനി. അതുകൊണ്ട് തന്നെ ഈ കലാമിന്റെ കഹാനി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ 100ൽ ഒരു കഥ മാത്രമാണ്. ഹമേ ബാക്കി 99 കഹാനിയോ കോ ഭി ഭൂൽനാ നഹീ ചാഹിയേ ജോ ഹമാരേ ബച്പനോ മേ ഹേ. നമ്മുടെ കുട്ടിക്കാലത്തുള്ള ബാക്കി 99 കുട്ടികളുടെ കഥ നമ്മൾ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. ഫിലിം മേ ഹമാരേ നായക അസൽ നാം കലാം നഹീ ഹെ. ഫിലിമിലെ നമ്മുടെ നായകന്റെ ഈ കുട്ടി ഇപ്പൊ പറഞ്ഞ കുട്ടിയുടെ പേര്, കറക്റ്റ് പേര് कलाम नल्ला. डानी पर काम करने वाले और बच्चों को तरह उसे भी सब छोटू कहकर बुलाते हैं. അപ്പൊ ആ ചായക്കടയിൽ ജോലി ചെയ്തിരുന്ന മറ്റു കുട്ടികളെ പോലെ ഇവനെയും എല്ലാവരും ചോട്ടു എന്നാണ് വിളിച്ചത്, കുഞ്ഞു കുട്ടിയായതുകൊണ്ട്. उसकी माँ जैसलमेर के किसी सुदूर देहात से आकर उसे बाटीसा की चाय की तड़ी पर काम करने के लिए छोड़ दी थी. ആ കുട്ടിയുടെ അമ്മ അവനെ കുറെ ദൂരെ നിന്ന്, ജയ്സൽമേറിന് കുറെ ദൂരയിൽ നിന്ന് ബാട്ടിസയ്ക്ക് ബാട്ടിസയുടെ ചായക്കടയിൽ ജോലിക്ക് കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്യുന്നത്. അംഗ്രേസി तो क्या हिंदी भी ठीक से नहीं जानती. ഇംഗ്ലീഷ് പോയിട്ട് അവന് ഹിന്ദി പോലും മര്യാദക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. ലേക്കിൻ ചോട്ടു സിർഫ് ചോട്ടു ഹോക്കർ നഹീ ജീനാ ചാഹത്ത. പക്ഷെ ചോട്ടു എന്ത് ചെയ്തു, ആ ചോട്ടു ആയിട്ട് ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. വ ഖുദ് ഹി അപ്നാ നാം കലാം രഖ് ലേതാ ഹൈ. അവൻ തന്റെ പേരെന്താക്കുന്നു, കലാം എന്ന് വെക്കുന്നു. ഈ നാംസ് മേ ഉസ്കി ആകാംക്ഷാओं का अक्स है. ആ പേരിൽ അവന്റെ ആകാംക്ഷകളുടെ ഏറ്റവും പൂർണ്ണതയുണ്ട്. उसके हाथ की बनाई चाय में जादू है. അതുപോലെ തന്നെ അവന്റെ കൈകൊണ്ടുണ്ടാക്കിയ ചായക്ക് എന്തൊരു അത്ഭുത ശക്തിയുണ്ട്. ബാട്ടി സാബി ഉസ്കി കലാകാരി की वाह करती रहे नहीं थकते. അപ്പം ബാട്ടിസ ഈ ചായക്കടക്കാരന്റെ യജമാനായിട്ടുള്ള ബാട്ടിസയും ഈ
ഇവന്റെ ചായക്കടയെ, അതായത് ഇവന്റെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു അത്ഭുതം, അവന്റെ കൈയുടെ ചായയുടെ ഒരു പുണ്യം, അതിനെ പുകഴ്ത്തി പുകഴ്ത്തി ഈ ബാട്ടിസ തളർന്നു പോയിരുന്നു. ജഗ ऐसे है कि വിദേശി ടൂറിസ്റ്റ് बहुत आते हैं. അപ്പം ആ ഒരു ബാട്ടിസായുടെ ചായക്കടയിൽ കുറെ ടൂറിസ്റ്റ് വരായിരുന്നു. കലാം സീഖ്നെ മേ തേസ് ഹെ. കലാം ആണെങ്കിൽ പഠിക്കാൻ ഭയങ്കര സ്പീഡായിരുന്നു, ഭയങ്കര പെട്ടെന്ന് പഠിക്കുമായിരുന്നു. जट से उनकी बोली सीख जाता है और जल्द ही विदेश से आई ലൂസി മാഡം का भी दिल जीत लेता है. അപ്പം ടൂറിസ്റ്റ് എപ്പോഴും ഇങ്ങനെ വന്ന് പോയപ്പം പെട്ടെന്ന് തന്നെ അവരുടെ ഇംഗ്ലീഷ് ഭാഷ, അവരുടെ ലാംഗ്വേജ് അവൻ പെട്ടെന്ന് പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ബാട്ടിസന്റെ ചായക്കടയിൽ എപ്പോഴും ചായ കുടിക്കാൻ വരുന്ന ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു ലൂസി മാഡം എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി അദ്ദേഹം ആ കുട്ടി പെട്ടെന്ന് കമ്പനി ആവുകയും ചെയ്യുന്നു. ദിൽ ജീത് ലേത്താഹ് എന്ന് വെച്ചാൽ മനസ്സിൽ ഇടം പിടിക്കുകയാണ് ചെയ്യുന്നത് ഈ ലൂസി മാഡത്തിന്റെ മനസ്സിൽ. ലൂസി മാഡം വാദ കർത്തി ഹേ കി വേ ഉസേ അപ്നെ സാത്ത് ദില്ലി ലേക്കർ ജായേംഗെ. അപ്പൊ ലൂസി മാഡം കുട്ടിക്ക് പ്രോമിസ് കൊടുക്കുകയാണ്, നിന്നെ ഞാൻ എൻ്റെ കൂടെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ദില്ലി മേ ഡോക്ടർ കലാം ഹെ ജിൻസെ മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് कहना है. അപ്പൊ ദില്ലിയിലാണ് നമ്മുടെ ഡോക്ടർ കലാം, APJ അബ്ദുൽ കലാം സർ ഉള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ഈ കുട്ടിക്ക് കലാമിനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. एक दिन रणविजय को उसके स्कूल में भाषण देने के लिए कहा जाता है. അങ്ങനെ ഒരു ദിവസം ഈ ഫിലിമിൽ रणविजयക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം. रणविजय परेशान है क्योंकि उसकी हिंदी इतनी अच्छी नहीं. रणविजयക്കാണെങ്കിൽ ഭയങ്കര പേടി, കാരണം അവന്റെ ഹിന്ദി ഇത്രയും നല്ലതല്ലായിരുന്നു. കലാം ये जानता है और जट एक अच्छा सा भाषण लिख अपने दोस्त रणविजय को दे देता है. കലാമിന് ഇത് അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് തന്നെ ഹിന്ദിയിൽ ഒരു നല്ലൊരു പ്രസംഗം എഴുതിയിട്ട് സ്വന്തം ഫ്രണ്ടായ रणविजयക്ക് കൊടുക്കുന്നു. रणविजय प्रथम पुरस्कार पाता है. रणविजयന് ഫസ്റ്റ് പ്രൈസ് അതിന് കിട്ടുന്നു. इस बीच राणा सा के खरिंदे कलाम के घर तलाशी लाने आते हैं और वहां कुंवर रणविजय की चीजों को पा कलाम पर चोरी का आरोप लगाते हैं. അപ്പൊ ഇതേ സമയത്ത് റാണ, അതായത് रणविजयന്റെ അച്ഛന്റെ വീട്ടിലൊരു സേവകൻ ഈ കലാമിന്റെ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഈ रणविजयന്റെ കുറച്ച് സാധനങ്ങൾ കലാമിന്റെ വീട്ടിൽ കാണുകയും ഇത് കലാം കട്ടെടുത്തതാണെന്ന് പറഞ്ഞ് കള്ളനാണെന്ന് ആരോപിക്കുകയും ചെയ്യുന്നു. ഈ കലാമിനെ रणविजयന്റെ സാധനങ്ങൾ കട്ടെടുത്തുന്നുണ്ട് കള്ളനായിട്ട് ആരോപിക്കുകയും ചെയ്യുന്നു. ലേക്കിൻ കലാം ഫിർ കലാം ഹെ. പക്ഷെ ഈ കലാം എന്നാലും കലാമാണല്ലോ. ഈ കലാം എന്താണ്, നമ്മുടെ APJ അബ്ദുൽ കലാം റോൾ മോഡലായിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പം കലാം ഫിർ കലാം ഹെ, കലാം എന്ന് പറഞ്ഞാൽ ആ കലാമാണല്ലോ. അതുകൊണ്ട് ഇസ് ജൂട്ടെ ആരോപോ സാമനെ ഭി അപ്നി ദോസ്തി കാ പ്रण नहीं तोड़ता. ഈ കള്ള ആരോപണത്തിന്റെ മുന്നിൽ പോലും തന്റെ സുഹൃത്ത് ബന്ധത്തെ ഇല്ലാണ്ടാക്കുന്നില്ല. ये जानकर कि राणा कुंवर के को उसे की दोस्ती की सजा देंगे वो चोरी का इल्जाम सह जाता है, पर उन्हें अपनी दोस्ती के बारे में नहीं बताता. അപ്പം അവൻ അറിയായിരുന്നു ഈ റാണ എന്ന് പറയുന്ന ആള്, ഈ കുട്ടി रणविजय തൻ്റെ കൂടെ, അതായത് रणविजय കലാം എന്ന് പറയുന്ന ചോട്ടു എന്ന് പറയുന്ന എൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ്, എൻ്റെ ഫ്രണ്ടായതിന് കാരണം ഈ रणविजयക്ക് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വഴക്ക് അല്ലെങ്കിൽ അടി കിട്ടുന്ന ഈ കലാമിന് അറിയാവുന്ന ബോധ്യമുള്ളത് കൊണ്ട് അവൻ എന്ത് ചെയ്തു, താനും അവനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ഈ റാണാനോട് പറഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തു, സ്വയം താൻ കള്ളനാണെന്ന് അവൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. यही वो तय करता है कि वो अपना चिट्ठी सीधे अपने हमनाम डॉक्टर कलाम के दिल्ली जाकर कूद देगा. അപ്പൊ ആ ഒരു സമയം അവൻ ഒരു ശക്തമായ ഒരു തീരുമാനം എടുക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ സ്വയം തന്നെ ഞാൻ എഴുതിയ ഈ കത്ത് ഡോക്ടർ കലാം അബ്ദുൽ കലാമിന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. और वह अकेला ही निकल पड़ता है. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് തന്നെ അവിടുന്ന് ഇറങ്ങി പുറപ്പെടുകയാണ് ചെയ്യുന്നത്. രാസ്തമേ മുഷ്കിലേ ഹെ, വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ അവന് അനുഭവപ്പെടുന്നുണ്ട്. ലേക്കിൻ കഥാകെ അന്തമേ കലാം കോ അപ്നി മൻസിൽ മിൽത്തി ഹെ. പക്ഷേ കഥയുടെ അവസാനം ഈ കലാം നടന്ന കുട്ടിക്ക് തന്റെ ലക്ഷ്യം കിട്ടുന്നതാണ് ആ ഫിലിമിന്റെ അവസാനം കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു ഫിലിമിന്റെ റിവ്യൂ ആയിട്ട് ആ മിഹിർ പാണ്ഡെ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയിട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് അവന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്ത രീതിയിൽ ആ ഫിലിമിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ബാക്കി 99 कहानियों को कभी भूलना नहीं चाहिए जो हमारे बचपनों में है, लेखक ऐसा क्यों कहा है. ബാക്കിയുള്ള 99 കുട്ടികളെ നമ്മൾ മറക്കാൻ പാടില്ല, കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടറിഞ്ഞു വന്ന ബാക്കിയുള്ള 99 കുട്ടികളെ നമ്മൾ മറക്കാൻ പാടില്ല എന്ന് മിഹിർ പാണ്ഡെ പറയുന്നതിന്റെ കാരണം എന്തായിരിക്കും കാരണം മിഹിർ പാണ്ഡെക്ക് അറിയാം
ഈ 99 കുട്ടികളുടെയും ജീവിത സാഹചര്യം എന്തായിരുന്നു നമ്മളിൽ പല പേർക്കും അറിയാം. അപ്പം ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കി അവരുടെ കഷ്ടപ്പാട്, അവരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ മുന്നോട്ട് പോകുന്നു, അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്, ആ ലക്ഷ്യങ്ങളെ വിട്ടുമാറിയിട്ട് അവരിങ്ങനെ ജീവിക്കാനുള്ള കാരണങ്ങൾ എന്താണ്. ഈ മോർപാലിനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ വളരുന്നത്. പക്ഷെ അവൻ്റെ ആ ഒരു അസഫലത, ആ ഒരു ജീവിത സാഹചര്യങ്ങളാണ് അവൻ ഇതൊന്നും ഇല്ലാണ്ടാക്കപ്പെടുന്നത്, അവനിൽ നിന്നൊക്കെ നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ കൂടെ നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നത്, ഇനിയുള്ള ഇന്ത്യയിലെങ്കിലും നമ്മുടെ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ ആൾക്കാരോ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് നമ്മൾ ആലോചിക്കണം എന്നാണ് ഈ കണ്ടംപററി ആയിട്ട് ഈ മിഹിർ പാണ്ഡെയോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫിലിം നമ്മളെന്തായാലും കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു റിവ്യൂ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.